നിക്ക് മോനെ, നിക്കടാ, നിക്ക്. എന്റെ പൊന്നു മോനെ, നിന്റെ അപ്പൻ ചെയ്ത പാവത്തിന് നിന്നെയാണല്ലോടാ ദൈവം ശിക്ഷിച്ചത്. നമ്മുടെ മോൻ ഇനി ഈ ചാമി എന്താ ചെയ്യേണ്ടത്? തന്നെത്താനെ വെട്ടി കുരുതി കൊടുക്കണോ? എന്തെങ്കിലും ഒന്ന് പറ പെണ്ണേ. ഒന്നുമില്ലെങ്കിൽ 4 ചീത്തയെങ്കിലും പറ. ഇല്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോവും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറ പെണ്ണേ. നിനക്ക് കരഞ്ഞാ സങ്കടം തീരുമെങ്കിൽ ഉറക്കെ കരഞ്ഞോ. എന്റെ പൊന്നു, ഞാൻ എന്താ പറയേണ്ടത്? 10 മാസം ചുമന്നപ്പോ ഓടിച്ചാടി വന്ന് ഉമ്മ വയ്ക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു മനസ്സിൽ. ഇതിപ്പോ ഞാൻ അന്നേ പറഞ്ഞില്ലേ കാളപ്പണി വേണ്ടാന്ന്. എനിക്ക് ഉറപ്പാ അതിങ്ങടെ ശാപം തന്നെയാന്ന്. ഏത് പാപനാശിനി പോയി കുളിച്ചാലും അത് തീരില്ല. രായപ്പ, ഇനി നീ കാളപ്പണി ചെയ്യണ്ട. നിനക്കും കിട്ടും ശാപം. ചാമിക്ക് കിട്ടിയത് മറ്റാർക്കും കിട്ടണ്ട. അതുകൊണ്ടാ. ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കുവോ? എന്താ? ശരവണം നടക്കത്തില്ല എന്ന് വെച്ച് ഇനിയുണ്ടാവണ കുട്ടികളും നടക്കില്ല എന്ന് വരുവോ? നീ എന്താ ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ? എന്നാ കേട്ടോ, എനിക്ക് വേണം ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞിനെ. നിനക്കത് തരാൻ പറ്റുമോ? എന്തിനാ? 4 കാലികളെ പോലെ 4 കാലിൽ നടന്നു കാണാനാണോ? എനിക്ക് വയ്യ. എനിക്ക് വയ്യ ഇനിയും പെറ്റുകൂട്ടാൻ. എന്നിട്ട് വേണം അതുങ്ങളുടെയും കൂടെ ശാപം വാങ്ങാൻ. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും ഒന്നിനെ കൂടി പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇനിയും വേണേ ഒന്നുകൂടെ കെട്ടിക്കോ. പെണ്ണേ, ജാമി, എന്ത് കിടപ്പായത്? എത്ര തവണ നിന്നെ തിരക്കി ഞാൻ ഇവിടെ വന്നെന്നറിയാമോ?
എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? മുതലാളി നിന്നോട് ചെല്ലാൻ പറഞ്ഞു. 100 കാലികളാ വന്നിട്ടുള്ളത്. എല്ലാറ്റിനും ഈ ആഴ്ച പറഞ്ഞയക്കേണ്ടതാ. വെയ്യ അവറാച്ച, വെയ്യ. മറ്റാരെങ്കിലും വിളിക്കാൻ നോക്ക്. എന്ത് വർത്തമാനം ആ ചാമിയെ നീ പറയുന്നത്? വേലയ്ക്ക് പോകാതിരുന്നാ തിന്നാൻ പറ്റുമോ? നീ ചെന്ന് ജോലി എടുക്കാൻ നോക്ക്. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ചെന്ന് വിവരം പറഞ്ഞേക്കാം. കുലത്തൊഴിലുകൊണ്ട് കോടികൾ സമ്പാദിച്ചു കാണും. അതിൽ നിന്നെടുത്ത് ജീവിക്കാനാവും ഭാവം. കുഞ്ഞിനെ പട്ടിണിക്കിട്ട് ആ പാവം കൂടി ഏൽക്കണ്ട. ചെന്ന് 500 ആണിയുടെ തറച്ച് കയറ്റി. മനുഷ്യർക്ക് അസുഖം വരുന്നതും അത് മാറുന്നതും ഒക്കെ ഈ ലോകത്ത് സാധാരണമാണ്. എന്ന് വെച്ച് പണിക്ക് പോകാതിരുന്നാൽ ആ കുഞ്ഞിനെ നീ എങ്ങനെ തീറ്റുന്നത്? എന്റെ മോൻ നടക്കുകയല്ല മുതലാളി. ഈ വേല ചെയ്തതിന്റെ ശാപമാന്ന കണിയാര് പറഞ്ഞേ. ഇപ്പൊ എന്റെ കെട്ടിയ പെണ്ണു അത് തന്നെ പറയണേ. ശാപം മണ്ണാങ്കട്ട. പറയുന്നവനോട് പോകാൻ പറ. ശാപമാണോ മുതലാളി? എല്ലാരും പറയുമ്പം ഈ ചാമിക്ക് ഒരു സംശയം. ശാപം എങ്കിൽ ശാപം. എങ്കിൽ തന്നെ ഏത് ശാപത്തിനും ഉണ്ടതാ ഒരു ശാപമോക്ഷം. നിന്റെ മോൻ നടക്കുവടാ. നീ ധൈര്യമായിരിക്കേ. വരുന്നു മോളെ. ആ, നീ ചെന്ന് ജോലി തുടങ്ങി. ഞാൻ അന്നേ പറഞ്ഞില്ലേ കാളപ്പണി വേണ്ടെന്ന്. എനിക്ക് ഉറപ്പാ അതിങ്ങളുടെ ശാപം തന്നെയാന്ന്. ഏത് പാപനാശിനി പോയി കുളിച്ചാലും അത് തീരില്ല. എന്റെ സങ്കടം ഞാൻ ആരോടാ പറയണ്ടേ? അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നേർച്ചകൾ നടത്തിയതാ. എന്നിട്ടും ദൈവം എന്റെ നേരെ എന്തിനാ അവറാച്ച ഇങ്ങനെ പക പോക്കണേ? ആ കണിയാർ ഉറപ്പിച്ച് പറഞ്ഞതാ ശാപം കിട്ടിയതാന്ന്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. ദീനം വന്നാൽ ചികിത്സിക്കണം. താൻ ആദ്യം അത് ചെയ്. വൈദ്യരെ കാണിച്ചെന്ന് പറഞ്ഞില്ലേ? പഠിച്ച ഡാക്ടർമാരെ ആരെങ്കിലും കണ്ടോ? ആശുപത്രി കൊണ്ടുപോയ എന്റെ ശരവണനെ കീറി മുറിക്കുമെന്നാ എല്ലാരും പറയണേ. ഓ, കീറി ഒന്നും മുറിക്കത്തില്ല. താൻ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. അവറാച്ചൻ പറയുന്ന പോലെ ഞാൻ കേക്കാം. പക്ഷേ എന്റെ ശരവണൻ നടക്കണം. എനിക്ക് അവനെയും പിടിച്ചോണ്ട് ഈ നാട് മുഴുവൻ ഓടി നടക്കണം. പൊന്നിച്ചാമി വിഷമിക്കണ്ട. ഇത്ര അസുഖം കുട്ടികളെ അപൂർവമായി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ശാപമാണ് ഡാക്ടറെ. ശാപം അതൊക്കെ വിവരമില്ലാത്ത ആളുകൾ വെറുതെ പറയുന്നതാ. നാളെ തന്നെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഞാൻ അത്തപ്പാടിയാ. ഒരേടം വിറ്റാണേലും എന്റെ ശരവണം നടക്കണം. നടക്കുന്നു ഞാനല്ലേ പറയുന്നത്.
പൊന്നിച്ചാമിയുടെ ചുറ്റും ഓടി നടക്കും. എന്താ പോരെ? ഞാനിത് ഒരിക്കലും മറക്കത്തില്ല. മുതലാളി എന്റെ ദൈവമാ. ഈ പൊന്നിച്ചാമി ഒരു പാവമായതുകൊണ്ടാ മുതലാളിക്ക് എന്നെ സഹായിക്കാൻ തോന്നിയ. കാളയുടെ രൂപയേ ഉള്ളൂ എനിക്ക്. മനസ്സ് വെറും പാവം. വിഷമിക്കണ്ട, നീ ചെല്ല്. രാവിലെ തന്നെ മകനും കൊണ്ട് ആശുപത്രി പോവാൻ നോക്ക്. ആ ചാമി, മായയുടെ കല്യാണ അല്ല ഞാനും കൂടെ വന്നേന്. നീ മടങ്ങി വരുന്നത് തുള്ളിച്ചാടി നടക്കുന്ന ശരവണനുമായിട്ടായിരിക്കണം. കരയേണ്ട ചാമി, ഞാനാ പറയുന്നത്. നിന്റെ മോൻ നടക്കും. നടക്കുമായിരിക്കും. നടക്കണം. ആ ചാമി, മായയുടെ കല്യാണത്തിന് തലേന്ന് എത്തണം, മറക്കണ്ട കേട്ടോ. ഓ, എന്നടാ കാളമുട്ട ഇവളോ സന്തോഷം? എന്നാ വിഷയം? രത്നം വഴിമാറ്. ആ? ആ. എനിക്ക് വഴക്കിടാൻ നേരമില്ല. വഴിമാറാൻ. മാറാതിരുന്നാ എന്നടാ ഉനക്ക് ഇവളോ വലിയ സോലി? കാളക്കാലില് ഡിമിഡിമാന്ന് ലാടം അടിക്കണം, അതുതാനേ? എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാനുള്ളതാ. കണക്ക് തീർക്കാനുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ടാവാം. എതുക്ക് இந்த சட்டுக்காலு மாறதுக்கா? கடவுள் நினைச்சாலும் அது மாறாது. ஒண்ணு செய், ஒரு பிச்சைச்சட்டி கையில கொடுத்து சந்தையில உட்கார வை, நல்ல துட்டு கிடைக்கும். பட்டி അപ്പാ അപ്പാ